ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നസ്രീസ് ബേക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്ക് ഡിസൈനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണിത്. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എറിവ് പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ആക്കി കൊടുത്ത് ഒന്ന് ലെവലാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ സൈഡ് ഭാഗവും അതേ സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ ഒരു നീളത്തിൽ ഒന്ന് ലൈൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ ചെയ്തെടുത്തത് കൊണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കണില്ല. ഇനി ഇതേപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ റോസറ്റ ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിയോൺ ബ്രൈറ്റ് കളറ് ഗ്രീൻ കളറും പിന്നെ അതിലേക്ക് കുറച്ച് ബ്ലൂ കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ലൈറ്റ് കളറിൽ ചെയ്യാമെന്നാണ് കേട്ടോ കരുതിയത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഡാർക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഫോറസ്റ്റ് ഗ്രീൻ കളറും പിന്നെ കുറച്ച് ബ്ലൂ കളറും യെല്ലോ കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് കളർ ചെയ്തെടുക്കുന്ന സമയത്തും ആദ്യം കുറച്ച് കളർ എടുത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിലൊന്ന് പിന്നെ കുറച്ചൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ ചെയ്യുന്ന കളറാണോ ഒന്ന് നോക്കിയ ശേഷം വേണം കേട്ടോ അതേപോലെ ചെയ്തെടുക്കാൻ. ഞാനിതിൽ ഇനി ഫോറസ്റ്റ് ഗ്രീൻ ആണോ അല്ലെങ്കിൽ ലീഫ് ഗ്രീൻ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. ലീഫ് ഗ്രീൻ ആണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് നമ്മളൊക്കെ ഫാമിലി മീറ്റപ്പിന് വേണ്ടിയിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ സമയത്തൊക്കെ. അപ്പോൾ തലേന്ന് ഞാൻ ഇത് ഐസിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം പിറ്റേന്ന് പോണതിൻ്റെ കുറച്ച് മുന്നേ കേട്ടോ അതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൂടെ അത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഏത് കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നിയോൺ ബ്രൈറ്റ് കളറ് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമിലാക്കിയിട്ട് അതൊരു സൈഡ് ഭാഗത്ത് കുറച്ച് സൈഡ് ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഈ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഡാർക്കും ലൈറ്റും ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ചുറ്റിനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം നമ്മളെ ഫാമിലീസ് എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് കൂടാമെന്ന് കരുതിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. പിന്നെ കുറച്ച് കപ്പ് കേക്കും കൂടി ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഹേസൽനട്ടിൻ്റെ ഫ്ലേവർ കപ്പ് കേക്ക് കുറച്ച് ഉണ്ടാക്കിയതും പിന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് കപ്പ് കേക്കുമാണ് കേട്ടോ. അപ്പോൾ അതിലും ഇതേ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ ബിസ്മിസ് ഫുഡ് വേൾഡ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സ്പോഞ്ച് കേക്ക് ചെയ്യണതിൻ്റെ 1 kg ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്തായാലും എടുക്കാമെന്ന് കരുതി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു പിന്നെ നോസിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഓരോ കുഞ്ഞു ഫ്ലവറും കൂടി സൈഡ് ഭാഗത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അവിടെ സൈഡ് ഭാഗത്തൊക്കെ ഓരോ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ ഒരു പിന്നെ ഈ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ തന്നെ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബേസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രീം കൊണ്ട്. അപ്പോൾ ഇത് ഒരു 3 കിലോൻ്റെ പിന്നെ കേക്ക് വെക്കാൻ പറ്റുന്ന ബേസാണ് കേട്ടോ. കേക്ക് ഏകദേശം ഒരു 2.5 കിലോ കേക്ക് ഉണ്ടാവും. സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതേപോലെ സൈഡിൽ ചുറ്റും ഇതേപോലെ തന്നെ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് വേണമെങ്കിൽ അതേപോലെ ക്രീമാക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചുറ്റിനും ഇതേപോലെ ക്രീമാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ ഒരു സ്ക്രാപ്പർ കൊണ്ട് തന്നെയാണ് ഈ സൈഡ് ഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ ഒന്ന് ലൈനും ഇതേപോലെ ഒന്ന് പതുക്കെ വരച്ച് കൊടുക്കുകയാണ്. അധികം പ്രസ് ചെയ്തിട്ട് ചെയ്യരുത്. അപ്പോൾ ക്രീമൊക്കെ നമ്മളെ സ്ക്രാപ്പറിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ അതേപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബേസിൻ്റെ സൈഡ് ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് ടിഷ്യൂ വെച്ചിട്ടോ അല്ലാതെ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം അതേപോലെ ഒന്ന് ലൈൻ ചെയ്തിട്ട് ഈ ഒരു ഞെറിവ് പോലുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്.
അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം ഈ സ്ക്രാപ്പർ കൊണ്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചുറ്റിനൊരു ഞെറിവ് പോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതൊക്കെ അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ, അത് വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേസ് ഇതേപോലെ കാണണ്ടാന്ന് കരുതിയപ്പോൾ ഈ ഒരു ഡിസൈനിലാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരു ബോർഡറും കൂടി വരച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം 2 kg ബേസിൽ ഇത് ചെയ്തെടുക്കാമെന്നാണ് കരുതിയത്. സൈഡ് ഭാഗമൊക്കെ കേക്ക് കട്ട് ചെയ്ത ശേഷം. അപ്പോൾ പിന്നെ അതിൻ്റെ ബേസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് 3 കിലോൻ്റെ ബേസാണ്. അപ്പോൾ കുറച്ച് അധികം ബേസ് കേക്ക് കഴിഞ്ഞിട്ടും അതിൻ്റെ സൈഡ് ഭാഗം കുറച്ചുകൂടി തള്ളി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഗം കൂടി ക്രീം വെച്ച് കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തത്. പക്ഷേ ഈ ഡിസൈനൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിനെ. ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റിന് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നോസിൽ വെച്ചിട്ട് സൈഡ് ഭാഗത്ത് ഒരു ബോർഡറും കൂടി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കുഞ്ഞു സൈസിലുള്ള സ്റ്റാർ നോസിലാണ്. അതിൽ നമ്പറൊന്നുമില്ല. പക്ഷെ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ പെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ കൈയൊക്കെ തട്ടിയത് കൊണ്ട് ക്യാമറയിലൊന്ന് ശ്രദ്ധിക്കാൻ നേരമില്ല ഇനി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും പോവാൻ സമയമാണ്. അപ്പം ഞാൻ ആ സമയത്താണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിനി സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ എനിക്ക് പോവാനായിട്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഞങ്ങൾ ഉണ്ടാക്കിന് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റും കൂടി ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്കൊക്കെ പാട്ടൊക്കെ പാടുന്ന സമയത്തും അല്ലാതെയൊക്കെ ആയിട്ട് പ്രോത്സാഹന സമ്മാനം പോലെ നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് അതും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. അപ്പുറത്തിൻ്റെ മോനെ അതൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ബോർഡർ ചെയ്യണത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ അതേ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ഒരു കുഞ്ഞു ഫ്ലവറും കൂടി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അന്നത്തൊക്കെ നമ്മൾ പോവായതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എൻ്റെ വലിയ മൂത്തച്ഛനും മക്കൾ എല്ലാവരും കൂടി അന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നും ഫുഡ് ഉണ്ടാക്കാനും സമയമല്ല. എനിക്ക് കേക്കിൻ്റെ പണിയുള്ളത് കൊണ്ടാണ് കേട്ടോ അന്ന് ഫുഡ് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ സൈഡ് ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊക്കെ പേര് എഴുതണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ സെൻറ്ററിൽ പേര് എഴുതി കൊടുത്താലും മതി. ഒരു ഫോണ്ടൻറ്റിൽ പേര് എഴുതിയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ആ കപ്പ് കേക്കിലും ഇതേ നോസിൽ വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞ് റോസറ്റ ഫ്ലവർ പോലെ കുഞ്ഞ് ഇതേപോലെയുള്ള റൗണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാത്തിലും ഇതേപോലെ ചെയ്ത് കൊടുത്ത ശേഷം ഓരോ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുകയാണ്. കപ്പ് കേക്കൊക്കെ പിന്നെ നമുക്ക് ഗോൾഡൻ ഷുഗർ ബോൾസാണ് വെച്ച് കൊടുത്തത്, വലിയ സൈസിലുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിന്നെ നമുക്ക് കപ്പ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിന്നെ ഈ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ കുറച്ചുകൂടി കേക്കിൻ്റെ ക്രംസ് ഇതേപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഇതിൽ വൈറ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ട് ആണ് പേര് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ കാണാനും കൂടി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കേക്ക് യെല്ലോ കളറാണ്. അതിലേക്ക് കുറച്ച് ഗ്രീൻ കളറും കുറച്ച് ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷമാണ് കേട്ടോ അതേപോലെ ക്രംസ് സെൻറ്റർ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് പതുക്കെ വേണം അതേപോലെ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ ഗ്രാസിൻ്റെ ഒരു ഗ്രാസ് നമ്മൾ ചെയ്തെടുത്ത പോലുള്ളൊരു ഭംഗി ഇതിൽ കാണും സെൻറ്റർ ഭാഗത്തൊക്കെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തത്. ഇനി സൈഡ് ഭാഗത്തൊക്കെ ലീഫ് നോസിൽ വെച്ചിട്ട് കുഞ്ഞ് ലീഫും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും റോസറ്റ വേറെ എന്തെങ്കിലും കളറിലാണ് ചെയ്തതെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടായിനെ. ഞാൻ പിന്നെ ഒക്കെ ഗ്രീന് ചെയ്തതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നിയോൺ ഗ്രീന് പിന്നെ ബ്രൈറ്റ് കളറ് ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ലീഫ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ വൈറ്റ് ലീഫ് ആണെങ്കിലും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ഇതിന് കാണാൻ. അപ്പോൾ എല്ലാം ഒരേപോലെയുള്ള കളറായതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ചുറ്റിനും ഇതേപോലെ തന്നെ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു വേറെ ചാനൽ ബിസ്മീസ് ഫുഡ് വേൾഡ് ആണ്. അതിൻ്റെ പേര് ഇപ്പോൾ മാറ്റിയിട്ട് ബിസ്മി ഫുഡ് ആൻഡ് ക്രിയേഷൻസ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മുന്നേ കേക്കിൻ്റെ വീഡിയോസൊക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ സെർച്ച് ചെയ്താൽ അതിൽ കാണാം കേട്ടോ. അതിൽ വീഡിയോസിൽ പോയിട്ട് ബേക്കിംഗ് റെസിപ്പീസിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നസ്രീസ് ബേക്സ് കേക്കിൻ്റെ വീഡിയോസ് മാത്രം ഇടാനും പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെതോ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ബേക്കിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ കേക്കിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സൗണ്ടിനൊക്കെ ഒരു മാറ്റമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതും കൂടി അറിയിക്കുക കേട്ടോ. പിന്നെ ഈ കേക്ക് നന്നായിട്ട് തണുപ്പിച്ച ശേഷം നമുക്ക് ഫോണ്ടൻ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തണുത്ത ശേഷം കസ്റ്റമർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേര് എഴുതി വെക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ മീറ്റപ്പിന് പോകുമായതുകൊണ്ട് അവിടെ നിന്നാണ് അതിൽ ഫോണ്ടൻറ്റിൻ്റെ കട്ടറിൽ പേരൊക്കെ എഴുതി ബോക്സിലാക്കിയിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ പേര് എഴുതിയിട്ടുള്ളത് കേട്ടോ. പേര് വെച്ചു കൊടുത്തത് കരുവാടൻസ് ഫാമിലി മീറ്റപ്പ് 2022 എന്നാണ് എഴുതിയത്. ഇത് ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ തൈലോസ് പൗഡറും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം പരത്തിയിട്ട് ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഈ പേര് നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഫോണ്ടൻറ്റ് നല്ല സ്റ്റിഫായി കിട്ടാൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.